നമസ്കാരം, ഞാൻ രജനി അഭിലാഷ്. ആനന്ദ് ഇന്റർനാഷണൽ ന്യൂസിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. ഇന്ത്യയുമായുള്ള വെടിനിർത്തൽ ധാരണ നിലവിൽ വന്ന് മണിക്കൂറുകൾക്കകം ലംഘിച്ച് പാകിസ്ഥാൻ. അതിർത്തിയിൽ കനത്ത ജാഗ്രതയിൽ സേനാ വിഭാഗങ്ങൾ. പാക് ഡ്രോൺ ആക്രമണത്തിൽ സൈനികന് വീരമൃത്യു. ഇന്ത്യയെ അനുനയിപ്പിക്കാൻ ഇടപെടണമെന്നാവശ്യപ്പെട്ട് വിദേശ രാജ്യങ്ങൾ നേരിട്ടെത്തി ഇടപെടൽ അഭ്യർത്ഥിച്ച് പാകിസ്ഥാന്റെ സൈനിക മേധാവി ജനറൽ അസീം മുനീർ. ജമ്മു കാശ്മീരിലെ സലാൽ അണക്കെട്ടിന്റെ കൂടുതൽ ഷട്ടറുകൾ തുറന്ന ഇന്ത്യ. തുറന്നത് 12 ഷട്ടറുകൾ. യുദ്ധം അവസാനിപ്പിക്കാൻ യുക്രൈനുമായി നേരിട്ട് ചർച്ച നടത്താൻ സന്നദ്ധത അറിയിച്ച റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ. മെയ് 15-ന് ഇസ്താംബുളിൽ ചർച്ചയ്ക്ക് തയ്യാർ. മുൻ പ്രധാനമന്ത്രി ഷെയ്ഖ് ഹസീനയുടെ അവാമി ലീഗ് പാർട്ടിയുടെ എല്ലാ പ്രവർത്തനങ്ങളും നിരോധിച്ച് ബംഗ്ലാദേശിലെ ഇടക്കാല സർക്കാർ. വ്യാപാര യുദ്ധം രൂക്ഷമാകുന്നത് ഒഴിവാക്കാൻ ചൈനയുമായുള്ള ചർച്ചകൾക്ക് മുമ്പ് തന്നെ താരിഫിൽ കുറവ് വരുത്തിയ ഡൊണാൾഡ് ട്രംപ്. ചൈനയ്ക്കുള്ള താരിഫ് 145% നിന്നും 80% കുറയ്ക്കാൻ തീരുമാനം. ഗ്രാജുവേറ്റ് ലെവൽ ജോലി തിരഞ്ഞെടുക്കാത്തവർക്ക് വിദഗ്ധ വിദേശ തൊഴിലാളികൾക്കുള്ള വിസ വെട്ടിക്കുറയ്ക്കുകയോ പരിമിതപ്പെടുത്തുകയോ ചെയ്യുമെന്ന് UK ഹോം ഓഫീസ്. എമിറേറ്റിലെ ജനങ്ങളുടെ ആരോഗ്യ സുരക്ഷയ്ക്ക് ദീർഘകാല വികസന പദ്ധതികൾ പ്രഖ്യാപിച്ച് ദുബായ് ഭരണകൂടം. കേരള ഹജ്ജ് കമ്മിറ്റിക്ക് കീഴിൽ മക്കയിലെത്തിയ ആദ്യ തീർത്ഥാടക സംഘം ഉംറ നിർവഹിച്ചു. വാർത്തകൾ വിശദമായി. ഇന്ത്യയുമായുള്ള വെടിനിർത്തൽ ധാരണ നിലവിൽ വന്ന മണിക്കൂറുകൾക്കകം ലംഘിച്ച് പാകിസ്ഥാൻ. പാക് ഡ്രോൺ ആക്രമണത്തിൽ ഉദ്ധംപൂരിലെ സൈനിക കേന്ദ്രത്തിൽ കാവൽ നിന്ന ഒരു സൈനികന് വീരമൃത്യു. ഡ്രോണിന്റെ വ്യോമ പ്രതിരോധ സംവിധാനം ഉപയോഗിച്ച് തകർത്തുന്നതിനിടെയാണ് സൈനികന് ജീവൻ നഷ്ടമായത്. പാക് നടപടിയെ അപലപിച്ച് ഇന്ത്യ ആവശ്യമെങ്കിൽ തിരിച്ചടിക്കാൻ സേനകൾക്ക് നിർദ്ദേശം നൽകി. ജമ്മുവിലെ ആർഎസ്പുരയിൽ അന്താരാഷ്ട്ര അതിർത്തിക്കടുത്ത് പാകിസ്ഥാനുമായി ഉണ്ടായ ഏറ്റുമുട്ടലിൽ BSF ജവാന് വീരമൃത്യു. BSF സബ് ഇൻസ്പെക്ടർ മുഹമ്മദ് ഇംതിയാസാണ് രാജ്യത്തിനു വേണ്ടി ജീവൻ സ്വയം ബലിയർപ്പിച്ചത്. ജമ്മു കാശ്മീരിലെ അഖ്നൂരിലും രജൌരിയിലും ആർഎസ്പുരിയിലും കനത്ത ഷെല്ലാക്രമണമുണ്ടായി. നഗോത്രയിലെ സൈനിക കേന്ദ്രത്തിന് നേരെ ഭീകരാക്രമണമുണ്ടായി. അതിർത്തി സംസ്ഥാനങ്ങളിലെ ചീഫ് സെക്രട്ടറിമാരുമായി കേന്ദ്ര ആഭ്യന്തര സെക്രട്ടറി ആശയവിനിമയം നടത്തി. പഞ്ചാബിലെ അമൃത്സറിൽ റെഡ് അലർട്ട് പ്രഖ്യാപിച്ചു. ജനങ്ങൾ വീടിനുള്ളിൽ തുടരണമെന്ന് നിർദ്ദേശം നൽകി. വെടിനിർത്തൽ ധാരണ നിലവിൽ വന്നെങ്കിലും പാകിസ്ഥാനെതിരായ നടപടികളിൽ നിന്നും ഇന്ത്യ തൽക്കാലം പിന്നോട്ടില്ല. സിന്ധു നദീജല കരാർ മരവിപ്പിച്ച നടപടി തുടരും. കർത്താർപൂർ ഇടനാഴിയും തുറക്കില്ല. ഉദ്ധംപൂർ വ്യോമത്താവളത്തിനു നേരെ പാകിസ്ഥാൻ നടത്തിയ ഡ്രോൺ ആക്രമണത്തിൽ സൈനികന് വീരമൃത്യു. വ്യോമസേനയിലെ മെഡിക്കൽ സർജനായി സേവനമനുഷ്ഠിച്ചിരുന്ന രാജസ്ഥാൻ സ്വദേശി സുരേന്ദ്ര സിംഗ് മോഗയാണ് വീരമൃത്യു വരിച്ചത്. വെടിനിർത്തൽ പ്രഖ്യാപിക്കുന്നതിന് മുമ്പ് ശനിയാഴ്ച പുലർച്ചെയാണ് വ്യോമതാവളത്തിന് നേരെ ആക്രമണം ഉണ്ടായത്. ഇന്ത്യയുടെ വ്യോമ പ്രതിരോധ സംവിധാനം ഡ്രോണുകൾ തകർത്തുവെങ്കിലും ഡ്യൂട്ടിയിലുണ്ടായിരുന്ന ഇദ്ദേഹത്തിന്റെ ശരീരത്തിൽ ഡ്രോണുകളുടെ അവശിഷ്ടങ്ങൾ പതിക്കുകയായിരുന്നു. ഗുരുതരമായി പരിക്കേറ്റ സൈനികനെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. പാകിസ്ഥാന്റെ സൈനിക മേധാവി ജനറൽ അസീം മുനീർ ഇന്ത്യയെ അനുനയിപ്പിക്കാൻ ഇടപെടണമെന്നാവശ്യപ്പെട്ട് വിദേശ രാജ്യങ്ങളിൽ നേരിട്ടെത്തി ഇടപെടൽ അഭ്യർത്ഥിച്ചതായി റിപ്പോർട്ട്. US, ചൈന, സൗദി അറേബ്യ എന്നീ രാജ്യങ്ങളിലാണ് അസീം മുനീർ അടിയന്തരമായി സന്ദർശനം നടത്തിയത് എന്നാണ് റിപ്പോർട്ടുകൾ. ഇന്ത്യൻ വ്യോമസേന പാകിസ്ഥാന്റെ വ്യോമ പ്രതിരോധ സംവിധാനം തകർക്കുന്നതിന് ശേഷമാണ് അസീം മുനീർ വിദേശ സന്ദർശനം നടത്തിയത് എന്നാണ് റിപ്പോർട്ട്. ഇന്ത്യയുമായി വെടിനിർത്തൽ കരാറിലെത്തിയതിന് പിന്നാലെ പാകിസ്ഥാൻ സൈന്യത്തെ പ്രശംസിച്ച് പ്രധാനമന്ത്രി ഷഹബാസ് ഷെരീഫ്. പാകിസ്ഥാൻ സൈന്യം ഉത്തരവാദിത്വത്തോടെയും സംയമനത്തോടെയുമാണ് സാഹചര്യം കൈകാര്യം ചെയ്യുന്നതെന്നാണ് ഷഹബാസ് ഷെരീഫ് അവകാശപ്പെട്ടു. ഇന്ത്യയുമായി ഉണ്ടാക്കിയ വെടിനിർത്തൽ കരാർ വിശ്വസ്തയോടെ നടപ്പിലാക്കാൻ പാകിസ്ഥാൻ പ്രതിജ്ഞാബദ്ധമാണെന്നും കരാർ ലംഘിച്ചുവെന്ന ഇന്ത്യയുടെ ആരോപണത്തിന് പിന്നാലെ നടത്തിയ വാർത്താ സമ്മേളനത്തിൽ ഷഹബാസ് ഷെരീഫ് പറഞ്ഞു. രാജസ്ഥാനിലെ ബാർമർ, ജമ്മു കാശ്മീരിലെ ബാരാമുള്ള എന്നിവിടങ്ങളിലെ ഷെല്ലാക്രമണവും ഡ്രോൺ ആക്രമണവും നടത്തിയതിന് പിന്നാലെയാണ് പാകിസ്ഥാന്റെ ഔദ്യോഗിക പ്രസ്താവന പുറത്തുവന്നത്. ജമ്മു കാശ്മീരിലെ സലാൽ അണക്കെട്ടിന്റെ കൂടുതൽ ഷട്ടറുകൾ തുറന്ന് ഇന്ത്യ. 12 ഷട്ടറുകളാണ് തുറന്നത്. ചെനാബ് നദിക്ക് കുറുകെ റിയാസിയിലാണ് സലാർ അണക്കെട്ട് സ്ഥിതി ചെയ്യുന്നത്. പ്രദേശത്ത് കഴിഞ്ഞ ദിവസങ്ങളിൽ മഴ ശക്തമായിരുന്നു. ഇതോടെയാണ് ഡാമിന്റെ കൂടുതൽ ഷട്ടറുകൾ തുറന്നത്. വെള്ളം കുത്തിയൊഴുകു തുടങ്ങിയതോടെ പാകിസ്ഥാന്റെ താഴ്ന്ന പ്രദേശങ്ങളിൽ പ്രളയ സാധ്യത നിലനിൽക്കുകയാണ്. സിന്ധു നദീജല കരാർ മരവിപ്പിച്ചതിന് ശേഷം ഇന്ത്യ മേഖലയിൽ തുറന്നുവിടുന്ന രണ്ടാമത്തെ ഡാമാണ് സലാൽ. വെടിനിർത്തൽ ധാരണയായെങ്കിലും സിന്ധു നദീജല കരാർ റദ്ദാക്കിയത് പുനഃപരിശോധിക്കില്ലെന്ന് രാജ്യം ആവർത്തിച്ച് വ്യക്തമാക്കി. ഇന്ത്യയുടെ വെള്ളം ഇന്ത്യക്ക് മാത്രമാണെന്നും പ്രധാനമന്ത്രി നരേന്ദ്രമോദി നിലപാടെടുത്തത്.
നദീജല ഉടമ്പടി റദ്ദാക്കിയ ഇന്ത്യൻ നടപടിയിൽ ഇടപെടാനില്ലെന്ന് ലോകബാങ്കും വ്യക്തമാക്കിയിരുന്നു. ഇന്ത്യ പാക് ബോർഡറിൽ കർത്താർപൂർ ഇടനാഴിയും തൽക്കാലം തുറക്കില്ലെന്നും ഇന്ത്യ വ്യക്തമാക്കിയിട്ടുണ്ട്. ഇനി മറ്റ് വിദേശ വാർത്തകളിലേക്ക്. യുദ്ധം അവസാനിപ്പിക്കാൻ ഉക്രൈനുമായി നേരിട്ട് ചർച്ച നടത്താമെന്ന് റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ സന്നദ്ധത അറിയിച്ചു. മെയ് 15-ന് ഇസ്താംബൂളിൽ ചർച്ചയ്ക്ക് തയ്യാറാണെന്ന് പുടിൻ വ്യക്തമാക്കി. ശാശ്വത സമാധാനത്തിനും യുദ്ധം അവസാനിപ്പിക്കുന്നതിനും ചർച്ച ലക്ഷ്യമിടണമെന്നും അദ്ദേഹം പറഞ്ഞു. ഉക്രൈനിൽ യൂറോപ്യൻ യൂണിയന്റെ അന്ത്യശാസനം പുടിൻ തള്ളി. ഉക്രൈനുമായി വെടിനിർത്തലിന് സമ്മതിക്കുകയോ അല്ലെങ്കിൽ കൂടുതൽ ഉപരോധങ്ങൾ നേരിടുകയോ ചെയ്യണമെന്ന യൂറോപ്യൻ നേതാക്കളുടെ അന്ത്യശാസനം വ്ളാഡിമിർ പുടിൻ നിരസിച്ചു. അപ്പോഴാണ് എന്നാൽ ഈ ആഴ്ച കൈവുമായി നേരിട്ട് ചർച്ച നടത്താൻ പുടിൻ സമ്മതം മൂളിയത്. തിങ്കളാഴ്ചയോടെ നിരുപാധികമായ വെടിനിർത്തൽ ഒപ്പുവെക്കണമെന്നും അല്ലെങ്കിൽ ഉക്രൈനിലുള്ള വർദ്ധിച്ച ഉപരോധങ്ങളും ആയുധ കൈമാറ്റങ്ങളും നേരിടേണ്ടി വരുമെന്നും ബ്രിട്ടൻ, ഫ്രാൻസ്, ജർമ്മൻ, പോളണ്ട് എന്നീ രാജ്യങ്ങളുടെ നേതാക്കൾ കേബിൽ വെച്ച് റഷ്യൻ പ്രസിഡന്റിനോട് സംയുക്തമായി ആവശ്യപ്പെട്ടിരുന്നു. യുഎസിനൊപ്പം ഇവിടെയുള്ള യൂറോപ്യൻ നേതാക്കൾ വെടിനിർത്തലിന് പുടിനോട് ആഹ്വാനം ചെയ്യുന്നു. സമാധാനത്തെക്കുറിച്ച് അദ്ദേഹം ഗൗരവമായി ചിന്തിക്കുന്നുണ്ടെങ്കിൽ ഇപ്പോൾ അതിന് പുടിന് അവസരമുണ്ട് എന്ന് UK പ്രധാനമന്ത്രി കെയർ സ്റ്റാമർ കൈവിൽ സംയുക്ത വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. മുൻ പ്രധാനമന്ത്രി ഷെയ്ഖ് ഹസീനയുടെ നേതൃത്വത്തിലുള്ള അവാമി ലീഗ് പാർട്ടിയുടെ എല്ലാ പ്രവർത്തനങ്ങളും നിരോധിച്ച ബംഗ്ലാദേശിലെ ഇടക്കാല സർക്കാർ. മുഹമ്മദ് യൂനസിന്റെ നേതൃത്വത്തിലുള്ള ഇടക്കാല മന്ത്രിസഭ രാജ്യത്തെ ഭീകരവിരുദ്ധ നിയമപ്രകാരം അവാമി ലീഗ് പ്രവർത്തനങ്ങൾ നിരോധിക്കാൻ തീരുമാനിച്ചതായി നിയമകാര്യ ഉപദേഷ്ടാവ് ആസിഫ് നസ്രുൾ പറഞ്ഞു. കഴിഞ്ഞ വർഷം ജൂലൈ, ഓഗസ്റ്റ് മാസങ്ങളിൽ നടന്ന സർക്കാർ വിരുദ്ധ പ്രക്ഷോഭത്തിനിടെ നൂറുകണക്കിന് വിദ്യാർത്ഥികളും മറ്റ് പ്രതിഷേധക്കാരും കൊല്ലപ്പെട്ട സംഭവത്തിൽ പാർട്ടിയുടെയും അതിന്റെ നേതാക്കളുടെയും വിചാരണ പ്രത്യേക ട്രൈബ്യൂണൽ പൂർത്തിയാകുന്നതുവരെ നിരോധനം നിലനിൽക്കും. ദേശീയ സുരക്ഷയും പരമാധികാരവും ഉറപ്പാക്കുന്നതിനും ജൂലൈ പ്രസ്ഥാനത്തിലെ പ്രവർത്തകരുടെയും ട്രൈബ്യൂണൽ നടപടികൾ ഉൾപ്പെട്ട വാദികളുടെയും സാക്ഷികളുടെയും സംരക്ഷണം ലക്ഷ്യമിട്ടാണ് ഈ തീരുമാനം എന്ന് പ്രത്യേക ക്യാബിനറ്റ് യോഗത്തിനു ശേഷം നസ്രുൾ മാധ്യമപ്രവർത്തകരോട് പറഞ്ഞു. വ്യാപാര യുദ്ധം രൂക്ഷമാകുന്നത് ഒഴിവാക്കാൻ ചൈനയുമായുള്ള ചർച്ചകൾക്ക് മുമ്പ് തന്നെ ഡൊണാൾഡ് ട്രംപ് ചൈനയ്ക്കെതിരായ താരിഫ് 145% നിന്നും 80% കുറയ്ക്കാൻ തീരുമാനിച്ചതായി റിപ്പോർട്ട്. ട്രഷറി സെക്രട്ടറി സ്കോട്ട് ബെൻസിനെ പരാമർശിച്ച് US പ്രസിഡന്റ് വെള്ളിയാഴ്ച രാവിലെ തന്റെ സോഷ്യൽ മീഡിയ അക്കൗണ്ടിൽ ചൈനയ്ക്കെതിരായി 80% തീരുവ ശരിയാണെന്ന് തോന്നുന്നു എന്ന് കുറിച്ചതാണ് അഭ്യൂഹങ്ങൾക്ക് കാരണം. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ആദ്യത്തെ സുപ്രധാന ചർച്ചയെന്നോണം ഈ വാരാന്ത്യത്തിൽ സ്വിറ്റ്സർലൻഡിലെ US-ലെയും ഉന്നത ഉദ്യോഗസ്ഥർ ഒരു ഉന്നതതല ചൈനീസ് പ്രതിനിധി സംഘത്തെ കാണുമെന്നും പ്രതീക്ഷിക്കുന്നു. US വ്യാപാര പ്രതിനിധി ബെൻസന്റും ജാമിൻസൺ ഗ്രീരും ജനീവയിൽ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ഏറ്റവും മുതിർന്ന സംഭാഷണങ്ങൾ പങ്കെടുക്കുമെന്നും ട്രംപ് ഭരണകൂടം ഈ ആഴ്ച പ്രഖ്യാപിച്ചു. ഗ്രാജുവേറ്റ് ലെവൽ ജോലി തിരഞ്ഞെടുക്കാത്തവർക്ക് വിദഗ്ധ വിദേശ തൊഴിലാളികൾക്കുള്ള വിസ വെട്ടിക്കുറയ്ക്കുകയോ പരിമിതപ്പെടുത്തുകയോ ചെയ്യുമെന്ന് UK ഹോം ഓഫീസ് പ്രഖ്യാപിച്ചു. UK-യിലേക്കുള്ള കുടിയേറ്റം കുറയ്ക്കുന്നതിനായി രൂപകൽപ്പന ചെയ്തിട്ടുള്ള വിശാലമായ പദ്ധതികളുടെ ഭാഗമായാണ് ഈ നടപടി. സ്റ്റാൻഡേർഡ് സ്കിൽഡ് വിസ പരിധി നിയന്ത്രിത യോഗ്യതാ ചട്ടക്കൂടിൽ ബിരുദത്തിന് തുല്യമായ ലെവൽ വരുന്ന ജോലികൾക്ക് മാത്രമാവും വിദഗ്ധ വിദേശ തൊഴിലാളികൾക്കുള്ള വിസ. വ്യാവസായിക മേഖലയ്ക്ക് ജോലിക്കാരുടെ നിർണായകമായ ക്ഷാമമുണ്ടെന്ന ശക്തമായ തെളിവുകൾ ഉണ്ടെങ്കിൽ മാത്രമാകും ഈ വിസയും അനുവദിക്കുക. പലസ്തീനെ രാഷ്ട്രമായി അംഗീകരിക്കുന്ന ചരിത്രം കുറിക്കുന്ന വമ്പൻ പ്രഖ്യാപനത്തിന് അമേരിക്കയും പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും ഒരുങ്ങുന്നു എന്ന് റിപ്പോർട്ട്. ഈ മാസം ഗൾഫ് അമേരിക്ക ഉച്ചകോടിയിൽ പങ്കെടുക്കാൻ സൗദിയിലെത്തുന്ന ഡൊണാൾഡ് ട്രംപ് ഈ പ്രഖ്യാപനം നടത്തുമെന്നാണ് റിപ്പോർട്ടുകൾ. അതേസമയം ഹമാസിനെ US അംഗീകരിക്കില്ല എന്നും നയതന്ത്ര വൃത്തങ്ങളെ ഉദ്ധരിച്ച റിപ്പോർട്ടിൽ പറയുന്നു. ഇനി ഗൾഫ് വാർത്തയിലേക്ക്. എമിറേറ്റ്സിലെ ജനങ്ങളുടെ ആരോഗ്യ സുരക്ഷയ്ക്ക് ദീർഘകാല വികസന പദ്ധതികൾ പ്രഖ്യാപിച്ച ദുബായ് ഭരണകൂടം 8 വർഷത്തിനുള്ളിൽ ദുബായിലെ 3 ആശുപത്രികളും 33 പ്രൈമറി ഹെൽത്ത് സെന്ററുകളും നിർമ്മിക്കും. ദുബായ് കിരീടാവകാശിയും UAE ഉപപ്രധാനമന്ത്രിയും പ്രതിരോധ മന്ത്രിയുമായ ഷെയ്ഖ് ഹംദാൻ ബിൻ മുഹമ്മദ് ബിൻ റാഷിദ് അൽ മക്തുമാണ് ദുബായ് എക്സിക്യൂട്ടീവ് കൗൺസിൽ ആരോഗ്യ രംഗത്തെ കുതിച്ചുചാട്ടത്തിന് വഴിയൊരുക്കുന്ന വൻ വികസന പദ്ധതികൾ പ്രഖ്യാപിച്ചത്. ഗ്രാമപ്രദേശങ്ങളിലും പുതുതായി വികസിപ്പിച്ച പ്രദേശങ്ങളിലും ജനങ്ങൾക്ക് സേവനം നൽകുകയാണ് പദ്ധതിയിലൂടെ ലക്ഷ്യമിടുന്നതെന്നും ഷെയ്ഖ് ഹംസാൻ പറഞ്ഞു. ദുബായ് എക്സിക്യൂട്ടീവ് കൗൺസിൽ ഇതുൾപ്പെടെ വിവിധ പദ്ധതികൾക്കും ഷെയ്ഖ് ഹംസാൻ അംഗീകാരം നൽകി. എമിറേറ്റ്സിലെ ഗുഡ് ഹയർ റാങ്കുള്ള സ്വകാര്യ സ്കൂളുകളിൽ പ്രവേശന നടപടികൾ ലഘൂകരിച്ച് ഇമാരത്തി വിദ്യാർത്ഥികളുടെ രജിസ്ട്രേഷൻ വർദ്ധിപ്പിക്കുന്നതിനുള്ള പ്രത്യേക പദ്ധതിയും ഇതിൽ ഉൾപ്പെടും.
കുടുംബങ്ങളുടെ ക്ഷേമത്തെ പിന്തുണയ്ക്കുന്നതിന് ഏകീകൃത കുടുംബ സുരക്ഷാ കേന്ദ്രവും ദുബായ് എക്സിക്യൂട്ടീവ് കൗൺസിൽ സ്ഥാപിക്കും. കുടുംബങ്ങൾക്ക് പിന്തുണയും മാർഗനിർദ്ദേശങ്ങളും നൽകുകയാണ് കേന്ദ്രത്തിന്റെ പ്രധാന ദൗത്യം. കൂടാതെ സ്മാർട്ട് ബിൽഡിംഗ് നയത്തിനും കൗൺസിൽ അംഗീകാരം നൽകി. നൂതന സാങ്കേതിക വിദ്യകൾ ഉപയോഗപ്പെടുത്തി ഊർജ ജലസംരക്ഷണത്തിന് ശ്രദ്ധ കേന്ദ്രീകരിക്കുന്ന പദ്ധതികളിലൂടെ എമിറേറ്റ്സിലുടനീളം പ്രവർത്തന ചെലവ് കുറയ്ക്കുന്നതിനാണ് സ്മാർട്ട് ബിൽഡിംഗ് നയം. കേരള ഹജ്ജ് കമ്മിറ്റിക്ക് കീഴിൽ മക്കയിലെത്തിയ ആദ്യ തീർത്ഥാടക സംഘം ഉംറ നിർവഹിച്ചു. പുണ്യഭൂമിയിലെത്തി ആദ്യ ഉംറ നിർവഹിക്കാനായ നിർവൃതിയിലാണ് സ്ത്രീ പുരുഷന്മാരടങ്ങുന്ന തീർത്ഥാടകർ. ശനിയാഴ്ച 2 വിമാനങ്ങളാണ് കോഴിക്കോട് നിന്നും ഹജ്ജ് തീർത്ഥാടകരുമായി ജിദ്ദയിലെത്തിയത്. ഇതിൽ പുലർച്ചെയുള്ള വിമാനത്തിലെത്തിയ 172 പേരാണ് ഉംറ നിർവഹിച്ചത്. രാത്രിയിലാണ് രണ്ടാമത്തെ വിമാനം 173 പേരുമായി എത്തിയത്. ഇതോടെ ആദ്യ ദിനം തന്നെ 345 മലയാളി തീർത്ഥാടകർക്ക് പുണ്യഭൂമിയിലെത്താനായി. മക്ക അസീസയിലെ താമസ കേന്ദ്രത്തിൽ എത്തിയ തീർത്ഥാടകർ കേരളത്തിൽ നിന്നും വാളണ്ടിയർ ചുമതലയിലെത്തിയവരുടെ സഹായത്തോടെയാണ് മസ്ജിദുൽ ഹറാമിലേക്ക് പോയത്. പ്രാദേശിക മലയാളി സന്നദ്ധ പ്രവർത്തകരും ഹാജിമാരെ അനുഗമിച്ചിരുന്നു. ഒമാനിലെ സുഹറാനെയും UAEയിലെ അബുദാബിയെയും ബന്ധിപ്പിക്കുന്ന ഹഫീദ് റെയിലിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ അതിവേഗം പുരോഗമിക്കുന്നു. ഒമാന്റെ ഭാഗത്തെ നിർമ്മാണ പ്രവൃത്തികൾ ഫെബ്രുവരിയിലാണ് തുടക്കമായത്. ഒമാനിൽ നിന്നും യുണൈറ്റഡ് അറബ് എമിറേറ്റ്സിലേക്കും അസംസ്കൃത വസ്തുക്കൾ കൊണ്ടുപോകുന്നതിനും കയറ്റുമതി ചെയ്യുന്നതിനുമായാണ് ഹഫീദ് റെയിൽ സ്റ്റീലുമായി മാസങ്ങൾക്ക് മുമ്പ് തന്ത്രപരമായ കരാറുകൾ എത്തിയിരുന്നു. ഹഫീദ് റെയിലിന് ഹെവി ചരക്ക് ലോക്കോമോട്ടീവ് വിതരണം ചെയ്യുന്നതിനും പ്രോഗ്രസീവ് റെയിലുമായി കഴിഞ്ഞ ഒക്ടോബറിലും കരാർ ഒപ്പിട്ടിരുന്നു. അന്തർദേശീയ മാനദണ്ഡങ്ങൾ പാലിക്കുന്ന തരത്തിലാണ് ലോക്കോമോട്ടീവുകൾ രൂപകൽപ്പന ചെയ്തിരിക്കുന്നത്. പ്രദേശത്തിന്റെ ഗതാഗത ലോജിസ്റ്റിക് മേഖലകളിൽ വിപ്ലവകരമായ മാറ്റങ്ങൾക്ക് വഴിതുറക്കുന്നതാണ് പദ്ധതി. പാതയിൽ 2.5 കിലോമീറ്റർ വീതമുള്ള 2 തുരങ്കങ്ങളും 36 പാലങ്ങളും ഉണ്ടാകും. വൈവിധ്യമാർന്ന ഭൂപ്രദേശങ്ങളും കാലാവസ്ഥാ സാഹചര്യങ്ങളും പരിഗണിച്ച് വളരെ തന്ത്രപരമായി തയ്യാറാക്കിയതാണ് റെയിൽവേ ശൃംഖല ഏറ്റവും നൂതന നിർമ്മാണത്തിന് ഉപയോഗിക്കുക. അത്യാധുനിക റെയിൽ ശൃംഖല വിവിധ വ്യാവസായിക മേഖലകളെയും സാമ്പത്തിക പ്രവർത്തനങ്ങളെയും ഉത്തേജിപ്പിക്കും. ഇരു രാജ്യങ്ങൾക്കുമിടയിൽ എളുപ്പവും വേഗത്തിലുള്ളതുമായ യാത്ര സുഗമാക്കുന്നതിലൂടെ ടൂറിസം വ്യവസായത്തിന് ഗണ്യമായ സംഭാവന നൽകുകയും ചെയ്യും. ഇനിയൊരു ഇടവേള. വീണ്ടും വാർത്തകളിലേക്ക്. നാഷണൽ ഹൈലൈറ്റ്സ്. ജാതി സെൻസസ് റിപ്പോർട്ടിൽ തീരുമാനം വീണ്ടും മാറ്റിവെച്ച് കർണാടക. മന്ത്രിമാർക്കിടയിൽ കൂടുതൽ വിപുലമായ ചർച്ചകൾ സാധ്യമാകുന്നതിനാണ് തീരുമാനം. വിഷയത്തിൽ മന്ത്രിസഭ ഹ്രസ്വ ചർച്ച നടത്തിയെന്നും നിരവധി മന്ത്രിമാർ മുഖ്യമന്ത്രിക്ക് ഉപദേശം നൽകിയെന്നും നിയമമന്ത്രി HK പാട്ടീൽ പറഞ്ഞു. പിന്നാക്ക വിഭാഗ ക്ഷേമ മന്ത്രി വിവരങ്ങൾ അവതരിപ്പിച്ചു. കൂടുതൽ അഭിപ്രായങ്ങൾ പ്രതീക്ഷിക്കുന്നുവെന്നും അടുത്ത മന്ത്രിസഭാ യോഗത്തിൽ കൂടുതൽ ചർച്ചകൾ ഉണ്ടാകുമെന്നും HK പാട്ടീൽ പറഞ്ഞു. മെയ് 15-നാകും അടുത്ത മന്ത്രിസഭാ യോഗം നടക്കുക. 2015-ൽ സംസ്ഥാന വ്യാപകമായി നടത്തിയ സർവേ റിപ്പോർട്ട് 2024 ഫെബ്രുവരി 29-ന് കർണാടക സംസ്ഥാന പിന്നാക്ക വിഭാഗ കമ്മീഷൻ സിദ്ധരാമയ്യ സർക്കാരിന് സമർപ്പിച്ചിരുന്നു. ഏപ്രിൽ 18-ന് ചേർന്ന മന്ത്രിസഭാ യോഗത്തിൽ സിദ്ധരാമയ്യ 34 മന്ത്രിമാരോടും റിപ്പോർട്ടിനെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ രേഖാമൂലം നൽകണമെന്ന് നിർദ്ദേശിച്ചിരുന്നു. ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുണ്ടായ സംഘർഷം അവസാനിപ്പിച്ച് വെടിനിർത്തൽ പ്രഖ്യാപിച്ചതിനെ മുഖ്യമന്ത്രി പിണറായി വിജയൻ സ്വാഗതം ചെയ്തു. ജനങ്ങളും നാടും സമാധാനമാണ് ആഗ്രഹിക്കുന്നത്. അതിർത്തിയിലെ സംഘർഷം അവസാനിപ്പിക്കുവാനും സമാധാനം കൈവരിക്കുവാനും ഉണ്ടായ തീരുമാനം വിവേകപൂർണ്ണമാണ്. തീവ്രവാദ ശക്തികൾക്കെതിരെ ശക്തമായ നിലപാട് തുടർന്നുകൊണ്ട് തന്നെ സമാധാനത്തിനും നാടിന്റെ പുരോഗതിക്കും വേണ്ടി നിലകൊള്ളുകയാണ് പ്രധാനം. അതിർത്തിയിലെ സംഭവ വികാസങ്ങൾ മൂലം സംസ്ഥാന ഗവൺമെന്റിന്റെ 4ാം വാർഷിക പരിപാടികൾ നിർത്തിവെക്കാൻ തീരുമാനിച്ചിരുന്നു. വെടിനിർത്തൽ നിലവിൽ വന്നതിന്റെ പശ്ചാത്തലത്തിൽ വാർഷിക പരിപാടികൾ മെയ് 13 മുതൽ നേരത്തെ നിശ്ചയിച്ച പ്രകാരം തുടർന്ന് നടത്താൻ മുഖ്യമന്ത്രി നിർദ്ദേശം നൽകി. സീറോ മലബാർ സഭയുടെ PROയും മീഡിയ കമ്മീഷൻ സെക്രട്ടറിയുമായി തലശ്ശേരി അതിരൂപത അംഗമായ റവറന്റ് ഫാദർ ടോം ഓലിക്കരോട്ട് നിയമിതനായി. വൈദികർക്കു വേണ്ടിയുള്ള കമ്മീഷന്റെ ചുമതല കൂടി അദ്ദേഹത്തിന് ഉണ്ടായിരിക്കും. ഗ്രേറ്റ് ബ്രിട്ടൻ രൂപതയുടെ പാസ്റ്ററൽ കോർഡിനേറ്റർ, ബിഷപ്പിന്റെ സെക്രട്ടറി, PRO എന്നീ ശുശ്രൂഷകൾ ചെയ്തു വരുമ്പോഴാണ് ഫാദർ ടോം സഭാ കാര്യാലയത്തിൽ നിയമിക്കപ്പെടുന്നത്. റോമിന്റെ സെന്റ് തോമസ് അക്വിനാസ് യൂണിവേഴ്സിറ്റിയിൽ നിന്നും ബൈബിൾ വിജ്ഞാനീയത്തിൽ അദ്ദേഹം ഡോക്ടറേറ്റ് കരസ്ഥമാക്കിയിട്ടുണ്ട്. ലിറ്റർജിക്കൽ റിസർച്ച് സെന്ററിന്റെ എക്സിക്യൂട്ടീവ് ഡയറക്ടർ, മേജർ ആർക്കറി എപ്പിസ്കോപ്പൽ അസംബ്ലി കമ്മിറ്റിയുടെ സെക്രട്ടറി എന്നീ ഉത്തരവാദിത്വങ്ങളിലേക്കും പാലക്കാട് രൂപതാംഗമായ റവറൽ ഫാദർ ജോബിൻ കാഞ്ഞിരത്തിങ്കൽ നിയമിതനായി. ഇനി പൗണ്ട് റേറ്റ്.
UK പൗണ്ട് ഇന്നത്തെ മൂല്യം 1 പൗണ്ട് 113.64 ഇന്ത്യൻ രൂപ, 1 US ഡോളർ 85.42 ഇന്ത്യൻ രൂപ, 1 യൂറോ 96.07 ഇന്ത്യൻ രൂപ, 1 പൗണ്ട് 1.33 US ഡോളർ. ഇനി സ്പോർട്സ്. പാകിസ്ഥാൻ സംഘർഷത്തെ തുടർന്ന് നിർത്തിവെച്ച IPL അടുത്ത ആഴ്ച പുനരാരംഭിക്കുമെന്ന് റിപ്പോർട്ട്. ഇന്ത്യയും പാകിസ്ഥാനും പരസ്പരം വെടിനിർത്തലിന് സമ്മതിച്ചതിനെ തുടർന്നാണ് ഇത്. അതുകൊണ്ട് ഉടൻ തന്നെ IPL തുടരാൻ BCCI തീരുമാനിച്ചേക്കും. ഇക്കാര്യത്തിൽ കേന്ദ്ര സർക്കാരിന്റെ തീരുമാനം കൂടി നിർണായകമാകും. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ഇന്ത്യയുമായുള്ള വെടിനിർത്തൽ ധാരണ നിലവിൽ വന്ന് മണിക്കൂറുകൾക്കകം ലംഘിച്ച് പാകിസ്ഥാൻ. അതിർത്തിയിൽ കനത്ത ജാഗ്രതയിൽ സേനാ വിഭാഗങ്ങൾ. പാക് ഡ്രോൺ ആക്രമണത്തിൽ സൈനികന് വീരമൃത്യു. ഇന്ത്യയെ അനുനയിപ്പിക്കാൻ ഇടപെടണമെന്നാവശ്യപ്പെട്ട് വിദേശ രാജ്യങ്ങൾ നേരിട്ടെത്തി ഇടപെടൽ അഭ്യർത്ഥിച്ച് പാകിസ്ഥാന്റെ സൈനിക മേധാവി ജനറൽ അസീം മുനീർ. ജമ്മു കാശ്മീരിലെ സലാൽ അണക്കെട്ടിന്റെ കൂടുതൽ ഷട്ടറുകൾ തുറന്ന ഇന്ത്യ. തുറന്നത് 12 ഷട്ടറുകൾ. യുദ്ധം അവസാനിപ്പിക്കാൻ യുക്രൈനുമായി നേരിട്ട് ചർച്ച നടത്താൻ സന്നദ്ധത അറിയിച്ച റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ. മെയ് 15-ന് ഇസ്താംബുളിൽ ചർച്ചയ്ക്ക് തയ്യാർ. മുൻ പ്രധാനമന്ത്രി ഷെയ്ഖ് ഹസീനയുടെ അവാമി ലീഗ് പാർട്ടിയുടെ എല്ലാ പ്രവർത്തനങ്ങളും നിരോധിച്ച് ബംഗ്ലാദേശിലെ ഇടക്കാല സർക്കാർ. വ്യാപാര യുദ്ധം രൂക്ഷമാകുന്നത് ഒഴിവാക്കാൻ ചൈനയുമായുള്ള ചർച്ചകൾക്ക് മുമ്പ് തന്നെ താരിഫിൽ കുറവ് വരുത്തിയ ഡൊണാൾഡ് ട്രംപ്. ചൈനയ്ക്കുള്ള താരിഫ് 145% നിന്നും 80% കുറയ്ക്കാൻ തീരുമാനം. ഗ്രാജുവേറ്റ് ലെവൽ ജോലി തിരഞ്ഞെടുക്കാത്തവർക്ക് വിദഗ്ധ വിദേശ തൊഴിലാളികൾക്കുള്ള വിസ വെട്ടിക്കുറയ്ക്കുകയോ പരിമിതപ്പെടുത്തുകയോ ചെയ്യുമെന്ന് UK ഹോം ഓഫീസ്. എമിറേറ്റിലെ ജനങ്ങളുടെ ആരോഗ്യ സുരക്ഷയ്ക്ക് ദീർഘകാല വികസന പദ്ധതികൾ പ്രഖ്യാപിച്ച് ദുബായ് ഭരണകൂടം. കേരള ഹജ്ജ് കമ്മിറ്റിക്ക് കീഴിൽ മക്കയിലെത്തിയ ആദ്യ തീർത്ഥാടക സംഘം ഉംറ നിർവഹിച്ചു. ഈ ബുള്ളറ്റിൻ ഇവിടെ സമാപിക്കുന്നു. നമസ്കാരം. നിങ്ങൾക്കും ആനന്ദ മീഡിയയുടെ പ്രേക്ഷകരിൽ ഒരാളാകണ്ടേ? യൂറോപ്പിലും US-ലും ആഫ്രിക്കയിലുമടക്കം പ്രവാസികൾ ഉള്ളയിടങ്ങളിലൊക്കെ ജനപ്രിയ ചാനലുമായി ആനന്ദ് മീഡിയ ഒപ്പമുണ്ട്. ഏഷ്യാനെറ്റ് ഫ്ലവേഴ്സ് അടക്കം നിങ്ങളുടെ വിരൽത്തുമ്പിലെത്തും. ആദ്യം റോക്കു ബോക്സ് സ്വന്തമാക്കുക. അതിൽ നിന്നും ആനന്ദ് മീഡിയ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യുക, ഇൻസ്റ്റാൾ ചെയ്യുക. എന്നിട്ട് 02085866511 എന്ന നമ്പറിൽ ഞങ്ങളുടെ കസ്റ്റമർ കെയറിൽ ബന്ധപ്പെടുക. അല്ലെങ്കിൽ +91 735 660 3747 എന്ന നമ്പറിൽ വാട്സപ്പ് ചെയ്യുക. ആനന്ദ് മീഡിയയുടെ സേവനങ്ങൾ സ്വന്തമാക്കുക. മറ്റു ചാനലുകൾക്കൊപ്പം ആനന്ദ് TVയും എൻജോയ് ചെയ്യുക.